നക്സലൊരു വിഭാഗം തോന്നിയിരിക്കുകയാണ്. ജിഫ്രി തങ്ങളെ പരിഹസിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് അതിൽ സംഭവിച്ചത്? അതിന് പാർട്ടി ഓൺ ചെയ്യുന്നില്ല. പാർട്ടി PMA സലാം അത് ഒരു വിധത്തിൽ നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ എന്നിരുന്നാലും ആ നിലക്ക് ആളുകൾ ധരിക്കുന്നത് കൊണ്ട്, അതായത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആളുകൾ കരുതുന്നത് കൊണ്ട് അത് ഒന്നുകൂടി അടിവര ഇട്ട് പറയുകയാണ്. അതിനെ പാർട്ടി ഓൺ ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് സംസാരിച്ചു. തങ്ങളും അത് അങ്ങനെ പറയാനാണ് പറഞ്ഞത്. പാർട്ടി അത് പിന്നീട് ആലോചിക്കുകയും ചെയ്യും. ലീഗ് നിങ്ങൾക്കറിയാമല്ലോ, ലീഗ് ഒരു ഉന്നത നിലവാരമുള്ള പാർട്ടിയാണ്. പാണക്കാട് തങ്ങന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയെ സ്നേഹിക്കുന്ന തങ്ങന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്നവരും എല്ലാവരെയും സ്നേഹിക്കുന്നവരും, വലിയവനും ചെറിയവനും ഒന്നുമില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതുകൊണ്ടാണ് സമൂഹം അവരെ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് അവരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും. അവരെ പേരിൽ ഏത് പ്രസ്താവന ചെയ്യുമ്പോഴും നമ്മൾ വളരെ അധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന തങ്ങന്മാരെ ഉൾപ്പെടുത്തി ചെയ്തതുകൊണ്ട് അത് സംശയത്തിന് ഇടവരാത്ത വിധം അത് നിഷേധിക്കുകയാണ്. അതിനെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല, അതിനെ ഞങ്ങൾ തള്ളിപ്പറയാണ്. അത് അത്തരം പ്രസ്താവനകളും ഞങ്ങൾ അനുവദിക്കുകയില്ല. ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ സമസ്തയിൽ നിന്ന് തന്നെ അത്തരം ഒരു പ്രസ്താവന വന്നു, മുക്കം വൈസിയുടേതായി നമ്മൾ കണ്ടല്ലോ. അതിനെതിരായി ജനരോഷം ഉണ്ടായി. ആ രോഷം ശരിയായിരുന്നല്ലോ. അങ്ങനെ അതുപോലെ അപ്പം അങ്ങനെ ആ ജനരോഷം കണ്ടു നിൽക്കുന്ന ഞങ്ങൾ ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അതിനെ കാണേണ്ടത് അതേ രീതിയിലാണ്. സമസ്തയായാലും അതുപോലെ തന്നെ ലീഗായാലും ഒന്നിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഉള്ളത്. അവരുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള നിലയിലേ പോകാൻ പറ്റുള്ളൂ. ഒരിക്കൽക്കും ഇതിനെ ഓൺ ചെയ്യുന്നില്ല. മുക്കം പൈസി ചെയ്തപ്പോൾ കണ്ടില്ലേ, ഒരു കുട്ടി അതിനെ അനുകൂലിക്കാനുണ്ടാവും ഉണ്ടായത്. വലിയ രോഷമാണല്ലോ ഉണ്ടായത്. നമ്മൾ സ്നേഹങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. UDFൻ്റെ വിജയത്തിൽ ഞങ്ങളൊക്കെ വളരെ സന്തുഷ്ടരാണ്. വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചാർജ് വഹിച്ചിരുന്ന ആളാണ് ബഷീർ. ഞങ്ങളിവിടെ അങ്ങനെ ഇപ്പോൾ ഒരു പരിപാടിക്ക് വന്ന അതിൻ്റെ ഒരു സെലിബ്രേഷനിലാണ്. കാരണം തീർച്ചയായിട്ടും ഇത് നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് UDFന് വളരെ സ്ട്രോങ് അടിത്തറയുണ്ട് എന്നും, പണ്ടത്തെ പോലെ 5 കൊല്ലം കഴിയുമ്പോൾ ഭരണമാറ്റം സംഭവിക്കുന്ന സ്ഥിതിയിലേക്ക് സംസ്ഥാനം വന്നു കഴിഞ്ഞു. 5 ഇയർ കഴിയുമ്പോൾ അടുത്ത ഗവൺമെൻറ് വരുന്ന ഉത്സാഹത്തോടു കൂടി UDFന് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് ഇന്നലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിലേക്ക് എല്ലാവരും വരും. ഇന്നലെ കുവൈത്തിൽ നടന്ന ഈ സെലിബ്രേഷൻ്റെ ഇടയിൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇതും അങ്ങനെ തന്നെയാണ്. ഞങ്ങളിതിനെ ഓൺ ചെയ്യുന്നില്ല, ഒരു വിധത്തിൽ ഓൺ ചെയ്യില്ല. പാണക്കാട് തങ്ങന്മാർക്ക് ഒരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതി ലീഗിനും കുറച്ചൊക്കെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞങ്ങൾ വാക്കുകളിൽ പിന്നെ മിതത്വം ഉണ്ടാവും. ഞങ്ങൾ വാക്കുകളിൽ എന്താ പറയുക, മാന്യത ഉണ്ടാവും, വാക്കിന് വിലയുണ്ടാവും, അന്തസ്സുണ്ടാവും. ശിഹാബ്ദങ്ങളൊക്കെ പഠിപ്പിച്ചു വന്നു പോകുന്ന ആ രീതിയിൽ രൂക്ഷമായ വിമർശനമൊക്കെ ഉണ്ടാവും. അപ്പോൾ PK ബഷീറൊക്കെ നന്നാക്കി പറയുന്നതാണ്. പക്ഷെ ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് അപഹസിക്കലും മറ്റു കാര്യങ്ങളും ഒന്നും ഞങ്ങളുടെ രീതിയല്ല. അത് ഞങ്ങൾ ഓൺ ചെയ്യുന്നുമില്ല. പിന്നീട് സംസാരിച്ചിരുന്നു. എപ്പോൾ സംസാരിച്ചിരുന്നു? ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴി സംസാരിച്ചിരുന്നു. പത്രക്കാരോട് ഇങ്ങനെ ഞങ്ങളുമായിട്ട് കൂടി ആലോചിച്ചു. പത്രക്കാരോട് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. മാത്രമല്ല അത് പാർട്ടി ഓൺ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹത്തെയും അറിയിച്ചു. ഈ പാലക്കാട് വിജയം ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.